അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഏറ്റവും തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ടീം ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയം നേടിയതോടുകൂടി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ദക്ഷിണാഫ്രിക്കയാണ് എത്തിയിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ തുടരുമ്പോൾ ടീം ഇന്ത്യയുടെ സാധ്യതകളും മങ്ങുകയാണ്. മോശം പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നത്. ബാറ്റിംഗ് പ്രകടനത്തിലും ക്യാപ്റ്റൻസിയിലും താരം പിന്നോട്ട് പോയി എന്നാണ് ആരാധകരുടെ വിമർശനം. രോഹിത്തിന്റെ കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ട സമയത്ത് 2-ാം ഇന്നിംഗ്സിൽ വെറും 6 റൺസ് എടുത്തായിരുന്നു താരം പുറത്തായത്. വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത് ആദ്യ ടെസ്റ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തിരിച്ചുവരവ് മത്സരത്തിൽ ക്രിക്കറ്റ് ആരാധകരെ സന്തോഷത്തിന് വക നൽകാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിലും മോശം പ്രകടനമായിരുന്നു രോഹിത് കാഴ്ചവെച്ചത്. രോഹിത്തിന്റെ ടെസ്റ്റിലെ അവസാന 12 ഇന്നിംഗ്സുകൾ പരിഗണിക്കുകയാണെങ്കിൽ 142 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. വെറും 13 ആവറേജ് മാത്രമേ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകടനത്തിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അഡ്ലൈഡ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസായിരുന്നു രോഹിത് നേടിയത്. ഓസ്ട്രേലിയൻ താരങ്ങളും ഇന്ത്യൻ മുൻ താരങ്ങളും രോഹിത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നടത്തുന്നത്. T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് സമാനമായ രീതിയിൽ ടെസ്റ്റിൽ നിന്നും അദ്ദേഹം സാധിക്കുമെങ്കിൽ വഴിമാറി യുവതാരങ്ങൾക്ക് വഴി കൊടുക്കണമെന്നാണ് ഇന്ത്യൻ മുൻ താരമായ ആകാശ് ചോപ്ര പറഞ്ഞത്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ട് രൂക്ഷ വിമർശനങ്ങളാണ് ആകാശ് ചോപ്ര ഇപ്പോൾ ഉന്നയിക്കുന്നത്. യുവതാരങ്ങൾ അവസരം കാത്ത് പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ രോഹിത് വഴിമാറിക്കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. വിമർശനങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടി തന്നെ 3-ാം ടെസ്റ്റിൽ രോഹിത്തിന് നൽകേണ്ടതായുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ച് ടീം ഇന്ത്യക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും അതിനിർണായകമാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.